നമസ്കാരം. നവംബർ 13 വേൾഡ് കിഡ്നി ഡേ ആണ്. ഈ വർഷത്തെ കിഡ്നി ഡേയോടനുബന്ധിച്ചുള്ള തീം എന്ന് പറയുന്നത് ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റോർലി പ്രൊട്ടക്ട് യുവർ കിഡ്നി ഹെൽത്ത് എന്നുള്ളതാണ്. നിങ്ങളുടെ വൃക്കകൾ ശരിയാണോ, അതിൻ്റെ രോഗാവസ്ഥയെ നേരത്തെ കണ്ടുപിടിക്കുക, ആരോഗ്യപരമായി കിഡ്നിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കിഡ്നിയുടെ പ്രധാനമായ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരം, പോഷകങ്ങൾ, വെള്ളം ഇവയൊക്കെ കൃത്യമായിട്ട് എല്ലായിടത്തേക്കും എത്തിക്കുക, ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുക എന്നുള്ളതാണ്. നമ്മളുടെ കിഡ്നി വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ആരോഗ്യപരമായിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ കിഡ്നിയെ ബാധിക്കുന്ന ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നതിൽ ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാവുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ഷുഗറിനെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടി കിഡ്നി കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം വളരെ മോശമാകും. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം നമ്മളെ വളരെ കൃത്യമായി നിയന്ത്രിക്കേണ്ട ഒന്നുണ്ട്. സോഡിയം, പ്രോസസ്ഡ് ഫുഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രമേഹത്തോടൊപ്പം തന്നെ കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഹൃദ്രോഗ സാധ്യത ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉണ്ടാവുകയും നമ്മളുടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം വളരെ മോശമാകുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ അമിതമായ വണ്ണം, അതുപോലെ തന്നെ അനാവശ്യമായ ആഹാര രീതികൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സോഡിയം കൂടുതലായിട്ടുള്ള ഭക്ഷണം, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഈ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് വരികയും കിഡ്നി മോശമാകുന്ന ഒരവസ്ഥയും വരും. നമ്മളുടെ ഭക്ഷണത്തിൽ നമുക്ക് കോളിഫ്ലവർ, മീൻ, അതുപോലെ തന്നെ ബ്ലൂബെറി, ധാന്യങ്ങൾ ഒക്കെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിന് വേണ്ടിയും കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം നല്ലതുമാണ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ ധാരാളമായി വെള്ളം കുടിക്കുക. ഒരു ദിവസം ശരാശരി 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. കാരണം എങ്കിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തുകയും ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകൾ പുറന്തള്ളുകയും ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പുകവലിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കാരണം നിക്കോട്ടിൻ നമ്മളുടെ രക്തക്കൊഴലുകളിൽ അടിഞ്ഞുകൂടുകയും കിഡ്നിയുടെ പ്രവർത്തനം കൂടുതലായിട്ട് വേണ്ട അവസ്ഥ ഉണ്ടാകുകയും കിഡ്നി ട്യൂമർ, അതിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ മൂത്രത്തിലെ പഴുപ്പുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നേരത്തെ കണ്ടുപിടിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾ, ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി കൃത്യമായ ചികിത്സ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും കിഡ്നികളുടെ പ്രവർത്തനം മോശമാവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. കാരണം അത് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് കൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനവും വളരെ സന്തുലിതാവസ്ഥയിൽ മുമ്പോട്ട് പോകും. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ആരോഗ്യപരമായ രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.